കഥ എഴുതാനുള്ള വലിയ പ്രചോദനം നമ്മുടെ നേച്ചറാണ്. അപ്പോൾ നേച്ചറിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രതിഭാസവും എനിക്ക് വളരെ കൗതുകമാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോൺ വിളിക്കുന്ന വിദ്യാർത്ഥികളുടെ വാർത്തകൾ മിക്കപ്പോഴും വൈറലാവാറുണ്ട്. എന്നാൽ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ ശാരീരിക പരിമിതികളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അക്ഷരങ്ങൾ കൊണ്ട് തോൽപ്പിച്ച കണ്ണൂർ കടന്നപ്പള്ളി GSSലെ 8ാം ക്ലാസ്സുകാരി ലക്ഷ്മിക വി ശിവൻകുട്ടിയോട് ഉന്നയിച്ച ആവശ്യമാണ് ഇപ്പോൾ വൈറലാകുന്നത്. തന്നെ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിഭകളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന ലക്ഷ്മികയുടെ ആവശ്യത്തിന് മന്ത്രിയുടെ ഉറപ്പും ലഭിച്ചു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന, പ്രകൃതിയെ ഹൃദയത്തോട് ചേർക്കുന്ന 8ാം ക്ലാസ്സുകാരി ലക്ഷ്മികയ്ക്ക് ടോക്ക് വിത്ത് ദി മിനിസ്റ്റർ വേദി ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള വാതിലായിരുന്നു. 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ എഴുത്ത് നിലാവിനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന കഥാസമാഹാരത്തിൽ എത്തി നിൽക്കുമ്പോഴും ലക്ഷ്മികയുടെ മനസ്സ് നിറയെ തന്നെപ്പോലെ കഷ്ടപ്പെടുന്ന മറ്റ് കൊച്ചു എഴുത്തുകാരായിരുന്നു. സ്വന്തം പുസ്തകം പുറത്തിറക്കാൻ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന KK സുരേഷ് കാട്ടിയ മനസ്സ് സർക്കാർ തലത്തിൽ ഒരു പദ്ധതിയായി മാറണമെന്നാണ് ലക്ഷ്മിക മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ അതിനുള്ള മികച്ച മറുപടി ലക്ഷ്മികയ്ക്ക് നൽകി കഴിഞ്ഞു. ഈ വർഷം പോലുള്ള നിരവധി കുട്ടികൾ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് പുസ്തകം സ്വന്തമായി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അതുമാത്രമല്ല, വലിയ പുസ്തകശാലകൾ, പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തയ്യാറാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം 100 കുട്ടികളുടെ സംഘത്തിൽ ഇത് പുസ്തകം പ്രദർശിപ്പിച്ചു. അടുത്ത വർഷം മുതൽ നമ്മുടെ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് ചേർന്ന് കൊണ്ടുപോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുസ്തകം എഴുതുന്ന ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ആ പുസ്തകം പരിശോധിച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രിന്റ് ചെയ്ത് ഞങ്ങളുടെ ചെലവിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് അത് മാത്രമല്ല നിങ്ങൾ കുട്ടികൾ എഴുതുന്ന പുസ്തകം കേരളത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൂടി കൊടുക്കുന്നതാണ്. തന്റെ ആദ്യ പുസ്തകമായ നിലാവിനെ സ്നേഹിച്ച പെൺകുട്ടിയിലെ 10 കഥകളും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധമാണ് പറയുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിന്റെ എല്ലാ കോപ്പികളും വിറ്റുപോയത് ഈ പെൺകുട്ടിയുടെ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായി മാറി. ഇപ്പോൾ പ്രത്യാശ എന്ന പേരിൽ പുതിയ കഥയുടെ പണിപ്പുരയിലാണ് ലക്ഷ്മിക. കവിതയിലേക്കും നോവലിലേക്കും തന്റെ തൂലിക പടർത്താൻ തയ്യാറെടുക്കുന്ന ഈ കൊച്ചുമിടുക്കിക്ക് കരുത്തായി അച്ഛൻ മനോജ് കുമാറും അമ്മ അനിജയും സഹോദരി അമലേന്ദുവും കൂടെയുണ്ട്. ഞാനിപ്പോൾ വയനാട് ദുരന്തത്തിനെ പറ്റിയിട്ടൊരു കഥ എഴുതി. പിന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സമ്മാനങ്ങളെ പറ്റിയിട്ടുള്ള കഥകൾ തന്നെയാണ് ഭൂരിഭാഗം ബുക്കിലും എൻ്റെ നോട്ട് ബുക്കിലും ഒക്കെ ഉള്ളത്. മന്ത്രിയോട് പറഞ്ഞല്ലോ, മന്ത്രി പറഞ്ഞ മറുപടിയിൽ തൃപ്തിയാണ്. ഞാൻ ഹാപ്പിയാണ്. പുസ്തകം നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ എഴുതിയതല്ലാതെ പുതിയതായിട്ട് എഴുതുകയാണ്. നിലവിൽ ഞാനിപ്പോൾ ഒരു കഥ എഴുതിയിട്ടുണ്ട്. പ്രത്യാശ എന്നാണ് കഥയുടെ പേര്. അതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൊടുക്കാൻ അടുത്ത ബുക്കിൽ അത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ്, പ്രകൃതി തന്നെയാണ് എൻ്റെ കഥയുടെ അടിത്തറ. എൻ്റെ എല്ലാ കഥകളും പ്രകൃതി ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. പ്രോത്സാഹനം ടീച്ചേഴ്സ്, ഫാമിലി, പാരൻസ് അവരൊക്കെ എനിക്ക് കണ്ട് സപ്പോർട്ടാണ്. കഥ, കവിത, നോവലും കൂടി എഴുതണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുള്ള തീമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. മനസ്സിൽ വരുന്ന വാക്കുകളൊക്കെ എഴുതിക്കൊണ്ട് ആ കഥയെ ഏറ്റവും കൂടുതൽ മനോഹാരിതമൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ശാരീരിക പരിമിതികൾ തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് ലക്ഷ്മിക തെളിയിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞു എഴുത്തുകാരിയുടെ ആവശ്യം സർക്കാർ ഏറ്റെടുക്കുന്നതോടെ കേരളത്തിലെ ആയിരക്കണക്കിന് ബാലപ്രതിഭകളുടെ സ്വപ്നങ്ങൾക്കാണ് ചിറകുവിടർത്താൻ പോകുന്നത്.